വെനസ്വേലയുടെ അധികാര സ്ഥിരാകേന്ദ്രമായ കാരക്കാസിലെ പ്രസിഡൻഷ്യൽ പാലസിന് സമീപം രൂക്ഷമായ വെടിവയ്പുണ്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിറാഫ്ലോറസ് കൊട്ടാരത്തിന് മുകളിലൂടെ അജ്ഞാത ഡ്രോൺ പറന്നതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് സുരക്ഷാ സേന ഡ്രോൺ വെടിവെച്ചിട്ടു. ഇതിന് പിന്നാലെയാണ് കൊട്ടാരത്തിന് സമീപമുള്ള തെരുവുകളിൽ വഴിയൊച്ചകൾ മുഴങ്ങിയത്. വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം എന്നതുകൊണ്ട് തന്നെ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടി നാട് കടത്തിയ സാഹചര്യത്തിലാണ് ഭരണഘടനാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ ഡെൽസി അധികാരമേറ്റെടുത്തത്. എന്നാൽ സൈന്യത്തിനുള്ളിലെ ഒരു വിഭാഗം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് എന്നതിന്റെ സൂചനയാണ് പുതിയ സംഘർഷങ്ങൾ നൽകുന്നത്. തുടക്കത്തിൽ ഡെൽസി റോഡ്രിഗസുമായി സഹകരിക്കുമെന്ന് സൂചന നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. ഡെൽസി അമേരിക്കയുടെ താൽപര്യങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ മഡൂറോയേക്കാൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി.